ഹലോ ഫ്രണ്ട്സ്, മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാർക്കോ ആണെങ്കിൽ മജിസ്ട്രേറ്റിനോട് പറയുന്നുണ്ട്, ഞാൻ ഒരു മോശപ്രവൃത്തിയും ചെയ്തിട്ടില്ല, ഞാൻ ആ പെൺകുട്ടിയെ രക്ഷിക്കാനാണ് നോക്കിയത്. ഞാനൊരു പെൺകുട്ടികളും മോശമായിട്ട് പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്യാറില്ല, എല്ലാവരും ആപത്തുകളിൽ നിന്ന് രക്ഷിക്കാൻ മാത്രമേ ഞാൻ ശ്രമിക്കാറുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് മാർക്കോ പറയുന്നുണ്ട്, മിടുക്കന്മാരായ വക്കീലന്മാരുണ്ടെങ്കിൽ ഇതുപോലുള്ള ഓരോ നൂലാമാല കേസുകളിൽ നിരപരാധികൾ പെട്ടുപോവുകയും ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ജഡ്ജ് ചോദിക്കുന്നുണ്ട്, തനിക്ക് മിടുക്കന്മാരായ വക്കീലൊന്നുമില്ല തനിക്ക് വേണ്ടി വാദിക്കാനെന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് മുന്നിൽ മാർക്കോ ആകെ വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് വരുന്നു നമ്മുടെ കണ്ണനാണെങ്കിൽ വക്കീൽ കോട്ടെല്ലാം ധരിച്ച് മാർക്കോന് വേണ്ടി വാദിക്കാനായിട്ട് എത്തുന്നു. ഇത് കാണുന്ന എല്ലാവരും തന്നെ, അതുപോലെ മേഘൻ ആകെ നെട്ടിത്തെരിച്ചു നിൽക്കുന്ന ഒരു മുഹൂർത്തമാണിത്. അതേസമയം തന്നെ മേഘനാഥൻ്റെ എതിർവശത്ത് മഹാലക്ഷ്മി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മി ഒരു നോട്ടം നോക്കുന്നുണ്ട് മേഘനെ. ആ നോട്ടത്തിൽ നിന്നും മനസ്സിലാക്കാവുന്ന ഇതാണ്, ഞങ്ങളെയും എന്നെയും എൻ്റെ കണ്ണേട്ടനെയും രക്ഷിച്ച മാർക്കോനെ നിനക്ക് ഒരു കാരണവശാലും ഇവിടെ പൂട്ടാൻ കഴിയില്ല, ഞങ്ങൾ അവനെ രക്ഷിച്ചിരിക്കും എന്നതാണ് മഹാലക്ഷ്മിയുടെ നോട്ടത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നത്. അങ്ങനെ മഹാലക്ഷ്മിയെ വിസ്തരിക്കാൻ കണ്ണൻ കോടതിയോട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ കോടതി സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. മഹാലക്ഷ്മിയുടെ നടന്ന സംഭവങ്ങളെല്ലാം മഹാലക്ഷ്മി വിശദമായിട്ട് തന്നെ പറയുന്നു. മാർക്കോ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തീർത്ത് പറയാണ് മഹാലക്ഷ്മി. ഇതെല്ലാം കേൾക്കുന്ന എതിർഭാഗം വക്കീൽ പറയുന്നുണ്ട്, ഇത് ശരിയാവില്ല, ഈ കണ്ണൻ്റെ ഭാര്യയാണ് മഹാലക്ഷ്മി, അപ്പോൾ ഇവർ പറയുന്ന മൊഴി എടുക്കാൻ പറ്റില്ല, എന്തുകൊണ്ടും മാർക്കോക്ക് തക്ക ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ കണ്ണൻ എല്ലാ തെളിവുകളും കോടതിയെ സമർപ്പിക്കുന്നുണ്ട്. കണ്ണൻ കൊടുത്ത തെളിവുകൾ CCTV ദൃശ്യങ്ങളാണ്. അതെല്ലാം കോടതി നന്നായിട്ട് പരിശോധിക്കുന്നുണ്ട്. അതിൽ മേഘന പെൺകുട്ടിക്ക് പണം കൊടുക്കുന്നതും പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞയക്കുന്നതും അവിടെ ഉണ്ടായ ഗുണ്ടകൾ വന്ന് ഉള്ള എല്ലാ പരിപാടികളും എല്ലാം വിശദമായിട്ട് തന്നെ അതിൽ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന കോടതിക്ക് മാർക്കോ തെറ്റുകാരനല്ലെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ ജഡ്ജ് ആ പെൺകുട്ടിയെ തുറച്ചു നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിരപരാധിയായ ആൾക്കാരെ ഇങ്ങനെ ആവശ്യമില്ലാത്ത നുണകൾ പറഞ്ഞ് കേസിൽ കൊടുക്കാനാണോ നീയൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയാണെങ്കിൽ പൊട്ടി കരയുന്നുണ്ട്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് മേഘനാഥനാണെന്ന് കാണിച്ചു കൊടുക്കുന്നു. ഇതോടുകൂടി മേഘനാഥൻ്റെ എല്ലാ കളികളും പുറത്താവുകയാണ്. പിന്നീടാണെങ്കിൽ മഹാലക്ഷ്മി ജഡ്ജിയോട് പറയുന്നുണ്ട്, ഇതുപോലൊരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്, മനഃപൂർവ്വം പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ നടക്കുന്നവെന്നെല്ലാം പറയുമ്പോൾ ജഡ്ജി പറയുന്നുണ്ട്, ഈ അവസരത്തിൽ എന്താ കുട്ടിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ തുറന്ന് പറയാമെന്ന്. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് എല്ലാ നിയമങ്ങളും അനുകൂലമായിട്ടാണുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു അനുഭവത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അതിന് തക്കതായ ശിക്ഷ അവർക്ക് നൽകുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മേഘനാകാൻ പേടിച്ച് നിൽക്കുകയാണ്. ഞാൻ എന്തായാലും ഉറപ്പായിട്ട് പറയും, എനിക്കതിലൊരു പേടിയുമില്ല, പക്ഷേ ഞാൻ മജിസ്ട്രേറ്റിൻ്റെ ചേംബറിൽ വന്നിട്ടാണ് ഈ കാര്യം ഞാൻ പറയുള്ളൂ. അതിനുവേണ്ടി ഞാൻ മാനസികമായിട്ടൊന്ന് തയ്യാറെടുത്ത ശേഷം ഞാൻ ഉറപ്പായിട്ടും പറയുന്നതായിരിക്കുമെന്ന് മഹാലക്ഷ്മി അറിയിക്കുന്നുണ്ട്. എന്തായാലും എന്നെ അയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന് നാട്ടുകാരെല്ലാം സാക്ഷിയാണെന്ന് പറയുമ്പോൾ മേഘനാകെ പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഇതിപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടായ അവസ്ഥയാണല്ലോ എന്നെല്ലാം ആലോചിച്ച് വിഷമത്തിൽ നിൽക്കുന്നു. ഇതെല്ലാം കാണിച്ചാണ് ഇന്നത്തെ റിവ്യൂ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.